സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തതിൽ പ്രതിഷേധിച്ച് മാറഞ്ചേരി മണ്ഡലം കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മാറഞ്ചേരി കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാറഞ്ചേരി മാസ്റ്റർപടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കൃഷിഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പാലക്കൽ അധ്യക്ഷനായി. KSU സംസ്ഥാന സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക്, ഫൈസൽ കാങ്ങിലയിൽ, ഖാദർ ഏനു, AK അലി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ പൊന്നാനി കോൾ മേഖല വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കോൾ മേഖലയാണ്. ഒട്ടനവധി കർഷകരുണ്ട്. ആ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ഓരോ വാക്കുപോലും പറയാതെ ഈ കർഷകർക്ക് നൽകേണ്ട, നമ്മുടെ പൊന്നാനി കോൾ മേഖല നൽകേണ്ട ഏകദേശം 30 കോടി രൂപയാണ്. 2500 പരം വരുന്ന കർഷകർക്ക് നൽകാനുള്ളത് 30 കോടി രൂപയാണ്. കേരള സംസ്ഥാനത്ത് കർഷകർക്ക് നൽകാനുള്ളത് ഏകദേശം 300 കോടി ഏകദേശം ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കർഷകരുടെ നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലിന്റെ പണം നൽകാതെ വഞ്ചിക്കുന്ന സർക്കാർ, കൃഷിവകുപ്പ് നടപടി അന്നം നൽകുന്ന കർഷകനോടുള്ള സർക്കാരിന്റെ സമീപനമാണ് വ്യക്തമാക്കുന്നത് എന്ന് ചമ്മന്നൂർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്നും പുന്നൂർകുളം കോൺഗ്രസ് 7-8 വാർഡ് കമ്മിറ്റി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സർക്കാർ അലംഭാവത്തിനെതിരെ കോൺഗ്രസ് പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. സലീൽ അറക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ MK മുഹമ്മദ് അലി, ഖാദർ തളികശ്ശേരി, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി നാസർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റയീസ്, അഷ്കർ അറക്കൽ, പ്രിയദർശിനി ഫോറം പ്രസിഡന്റ് K നാസർ എന്നിവർ സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റുമാരായ ബാബു കോട്ടത്തയിൽ, അനീഷ, നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി.